മാതാപിതാക്കളെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ തനിക്ക് തെറ്റുപറ്റിപ്പോയെന്നും അഫാൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞെന്നാണ് റിപ്പോർട്ട്. തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനും ശേഷം ഇപ്പോൾ ജയിലിലാണ് അഫാൻ. നേരത്തെ ആത്മഹത്യാ പ്രവണത പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അതില്ലെന്നാണ് അധികൃതർ പറയുന്നത്. എങ്കിലും പ്രത്യേക ബ്ലോക്കിലെ നിരീക്ഷണത്തിൽ തുടരും. അതേസമയം വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ കാരണം വൻ സാമ്പത്തിക ബാധ്യത മാത്രമാണെന്ന് പോലീസ് ഉറപ്പിച്ചിരിക്കുകയാണ്. അഫാന്റെയും ഉമ്മയുടെയും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് വൻ സാമ്പത്തിക ബാധ്യതയ്ക്ക് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. വൻതുക കടം കൊടുത്തു തീർക്കാൻ ഉണ്ടായിരുന്നപ്പോഴും അഫാൻ 2 ലക്ഷം രൂപയ്ക്ക് ബൈക്ക് വാങ്ങിയിരുന്നു. കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. കയ്യിൽ 1 രൂപ പോലും ഇല്ലാതെ അവസ്ഥയിലായിരുന്നു അഫാനും ഉമ്മയും. കൂട്ടക്കൊല നടക്കുന്നതിൻ്റെ തലേ ദിവസവും അഫാൻ പെൺസുഹൃത്തിൽ നിന്ന് 200 രൂപ കടം വാങ്ങിയിരുന്നു എന്നും വ്യക്തമായിട്ടുണ്ട്. അഫാനെയും പിതാവ് റഹീമിനെയും പോലീസ് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിരുന്നു. അഫാനെ കണ്ടപ്പോൾ എല്ലാം തകർത്തു കളഞ്ഞില്ലേയെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റഹീം ചോദിച്ചു. അനുജനും ഉമ്മയും തെണ്ടുന്നത് കാണാതിരിക്കാൻ വേണ്ടിയാണ് ക്രൂരത ചെയ്തതെന്നാണ് അഫാൻ പറഞ്ഞത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 24-നായിരുന്നു കേരളത്തെ ഞെട്ടിച്ച കൂട്ടക്കൊല നടന്നത്. സഹോദരനും കാമുകിയും അടുത്ത ബന്ധുക്കളും അടക്കം 5 പേരെയാണ് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു കൊന്നത്. മാതാവിനെ മാരകമായി ആക്രമിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തു. കൊലപാതകങ്ങൾക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലെത്തി വിവരമറിയിക്കുകയായിരുന്നു. അതേസമയം പ്രതിയെ സിനിമ സ്വാധീനിച്ചുവെന്ന പ്രചരണം തെറ്റാണെന്നും പോലീസ് പറയുന്നു. 4 പേരെ തലയ്ക്കടിച്ചു കൊല്ലാൻ അഫാനെ ഒരു സിനിമ പ്രേരിപ്പിച്ചുവെന്ന രീതിയിൽ പ്രചാരണമുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രചാരണം തെറ്റാണെന്നാണ് പോലീസ് പറയുന്നത്.